ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സബ് വൂഫർ ആട്ടോ. ബാസ് ട്യൂബ് നമുക്ക് വണ്ടിയിലേക്കൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള ബാസ് ട്യൂബാണ് നമ്മളിന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ആദ്യമായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് മാഗൻസിൻ്റെ ആംപ്ലിഫയർ തന്നെയാണ്. വോളിയം കൺട്രോൾ, ബാസ് ട്രബിൾ എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റും ഉള്ളൊരു ആംപ്ലിഫയർ തന്നെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഈ ഒരു ആംപ്ലിഫയറിൽ ഇൻപുട്ട് ഔട്ട്പുട്ടൊക്കെ ഉണ്ട്. കൂടാതെ 12 വോൾട്ട് കണക്ഷനും ഫ്യൂസും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. 8 ഇഞ്ചിൽ വരുന്ന ഗോൾഡ് സീരീസ് സബ് വൂഫറാണ് നമ്മളിവിടെ ഉപയോഗിക്കാൻ വേണ്ടി പോകുന്നത്. നല്ല കളർഫുള്ളായിട്ടുള്ളൊരു സബ് വൂഫറാണ്. കൂടാതെ അതിൽ നമുക്ക് നല്ലൊരു വർക്കിംഗ് കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു സബ് വൂഫർ തന്നെയാണ്. ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ഗോൾഡ് സീരീസ് എന്നൊക്കെയാണ് നമുക്ക് ഇതിൽ കൊടുത്തിട്ടുള്ളത്. കാർ ഓഡിയോസിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് സെപ്പറേറ്റ് ആയിട്ട് വന്നിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ബോർഡും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ഇതിൽ മാച്ചിങ് ആണ് വർക്കിംഗ് കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മളൊരു ഗ്രില്ല് ഇവിടെ നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ബോക്സ് എടുത്തിരിക്കുന്നത് ഡി ടൈപ്പ് ബോക്സ് ആണ്. അപ്പോൾ പേപ്പർ ടൈപ്പിലുള്ള ഡി ടൈപ്പ് ബോക്സ് ആകുമ്പോൾ നല്ലൊരു വർക്കിംഗ് കാര്യങ്ങളൊക്കെ ഇവിടെ കിട്ടുന്നതാണ് കേട്ടോ. ഡിക്കി സ്പേസ് അധികം പോകത്തൊന്നുമില്ല. നല്ല എയർ ഹോളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഹോള് ഇതിൽ നമുക്ക് കുറച്ച് നീളം കൂട്ടി കട്ട് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബോർഡ് കറക്റ്റ് ഇറങ്ങാൻ പാകത്തിന് നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് വെച്ചിട്ട് നമുക്ക് സ്ക്രൂ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ല എയർ ടൈറ്റ് തന്നെ നമുക്കിവിടെ സ്ക്രൂ ചെയ്ത് ഫിറ്റ് ചെയ്യണം. എന്നാൽ മാത്രമാണ് നമുക്ക് ആ ബേസും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ലീക്ക് ആവാതെ കിട്ടുകയുള്ളൂ. അപ്പോൾ ഫുൾ എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കറക്റ്റായിട്ടുള്ള സ്ക്രൂവും കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് വരുന്ന ഡി ടൈപ്പ് ബോക്സിൽ ഇതേപോലെ ചെറിയൊരു കട്ടിങ് ഉണ്ടാവും. അപ്പോൾ കറക്റ്റ് കട്ടിങ് കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്ത് കൊടുത്ത് അപ്പോൾ ഇതേപോലെ ബോക്സും കാര്യങ്ങളും ബോർഡും സബ് വൂഫറൊക്കെ സെപ്പറേറ്റ് ആയിട്ട് മേടിച്ചിട്ട് നമുക്ക് ഇതേപോലെ ചെയ്യാവുന്നതാണ്. അപ്പോൾ നല്ലൊരു വർക്കിംഗ് കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ നല്ല എയർ ടൈറ്റിൽ നമ്മളിവിടെ സ്ക്രൂ ഒക്കെ നല്ല ടൈറ്റാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബോക്സിൻ്റെ സ്പേസ് കട്ട് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് തന്നെ കട്ട് ചെയ്യണം. ഓവർ ഹോളിടാത്ത രീതിയിൽ നമ്മളിവിടെ സ്ക്വയറിൽ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് കട്ട് ചെയ്തുകൊണ്ട് നമ്മുടെ കറക്റ്റ് വർക്കിംഗ് കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ്. അപ്പോൾ നല്ല ടൈറ്റായിട്ട് നമുക്കിവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കിയാൽ കാണാം. ഇനി നമുക്ക് നേരെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ കാണാം എയർ ഹോളും കാര്യങ്ങളൊക്കെ പൈപ്പ് ടൈപ്പ് നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട്. പേപ്പർ ടൈപ്പാണ്. അപ്പോൾ അതിൻ്റെ ഒരു വർക്കിംഗ് തന്നെ മറ്റൊരു രീതി തന്നെയാണ് കിട്ടുക. പൈപ്പിനൊക്കെ കൂടുതൽ പേപ്പർ ടൈപ്പ് എയർ ഹോളൊക്കെയാണ് ഏറ്റവും വർക്കിംഗ്. അപ്പോൾ നമ്മൾ ബൂഫറിൻ്റെ കണക്ഷനും കാര്യങ്ങളൊക്കെ നേരെ കണക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഇവിടെയൊക്കെ കണക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സ്ക്രൂ ഒക്കെ കറക്റ്റായിട്ട് നമുക്ക് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. വർക്കിംഗ് നോക്കാം. അപ്പോൾ ഇവിടെ എയർ ഹോളിൽ വെച്ച് പേപ്പറൊക്കെ കീറി പോയിട്ടുണ്ട് കേട്ടോ. നല്ല വർക്കിംഗ് കാര്യങ്ങളൊക്കെ അവിടെ വൂഫറിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്കിനി നേരെ ഗ്രില്ല് ഫിറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. വർക്കിങ്ങും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. അപ്പോൾ ഒരു ഫാൾട്ടും കാര്യങ്ങളൊന്നുമില്ല. എയറൊക്കെ കറക്റ്റ് ടൈറ്റാണ്. അപ്പോൾ ഗ്രില്ല് ഫിറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഗ്രില്ലിൻ്റെ 4 സ്ക്രൂ പോയിൻ്റായിട്ട് നമ്മളിവിടെ ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് വാഷറിൻ്റെ ഇടയിലൂടെയാണ് നമ്മളിവിടെ ഹോൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് സ്ക്രൂ പോയിൻ്റ് ഒന്നും കാണത്തില്ല. അപ്പോൾ നല്ല വൃത്തിയായിട്ട് അവിടെ ഇരുന്നോളും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതേപോലെ 4 സൈഡിലും ഇങ്ങനെ ഹോൾ ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അത് വെച്ചിട്ട് നമുക്ക് അവിടെ നിന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ മാഗ്നസിൻ്റെ ഈ ഒരു ബൂഫർ വെച്ചിട്ടാണ് നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സെറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അടിപൊളി വർക്കിംഗ് ആണ്. നമുക്ക് ജസ്റ്റ് ഒന്നും കൂടി നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. വർക്കിംഗ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഒരു അടിപൊളി സബ് വൂഫറും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലിയിൽ ഏറ്റവും വില കുറച്ച് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ വീട്ടിലേക്കും വണ്ടിയിലേക്കൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഉള്ള ആംപ്ലിഫയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട.